എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അവരെ അറിയിപ്പിക്കാൻ വരെ ഞാൻ പറഞ്ഞത്. എന്നിട്ടും അവർക്ക് പോലും ഈ സാധനം പുറത്തിട് എന്നുള്ള ഇതായിരുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് ഞാനിത് പുറത്തിടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പുറത്തിടാം, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ സായിയുടെ കയ്യിലും ഈ പറയുന്ന വോയിസ് ഉണ്ടെന്നല്ലേ പറയുന്നത്, അത് പറയുന്നുണ്ട്. എന്തായാലും നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് സീക്രട്ട് ഏജൻറ്റും വൈഫും അതായത് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അവർ രണ്ടുപേരും കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ ഒറിജിനൽസ് എന്നുള്ള ഒരു നമ്മുടെ വീണയുടെ ഒരു ചാനലുണ്ടല്ലോ, ഒറിജിനൽസ് എൻ്റർടൈൻമെൻറ്റ് എന്ന ചാനലിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. ഞാൻ ആ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞ് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതൊന്നും കൂടി കുറച്ച് ജെനുവിനായിട്ട് തോന്നി. ഓക്കെ, മറ്റേതൊക്കെ കുറച്ച് ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അതൊരുമാതിരി ഫാമിലി വ്ളോഗൊക്കെ പോലുണ്ട്. കാര്യമായിട്ട് നമ്മൾ പ്രേക്ഷകർ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, എല്ലാം പോളിഷ്ഡായിട്ട്, ഒരുപക്ഷെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ പോയ ഇമേജ് വീണ്ടെടുക്കാനാണോ എന്നുള്ള അറിയില്ല, വാട്ട് എവർ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു ഒറിജിനൽസിൽ കേട്ടോ. ഈ ഒറിജിനൽസിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഈ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറും ദിയാസനെയും സായിയും വിവിയും കൂടി സംസാരിച്ചിട്ടുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ. ടോട്ടൽ ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു കോൾ തന്നെ 45 മിനിറ്റോളം ഉണ്ട്. അതിൽ 8 മിനിറ്റോളാണ് സായിയുടെ സംസാരം ഉണ്ടായി തോന്നുന്നുണ്ട്. 1 മിനിറ്റാണ് വിവി പുറത്ത് വിട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവർ സംസാരിച്ചിട്ടുള്ള കേസാണ് അല്ലേ. ബാക്കിയൊക്കെ ഇവർ സംസാരിച്ചിട്ടുള്ള വിവി ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് വിവിയുടെ ഒരു റെസ്പോൺസ് വീഡിയോ വന്നിട്ടുണ്ട്. ഈ റെസ്പോൺസ് വീഡിയോ വരാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത ഈ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് നിന്ന് ഒരാളെ ചലഞ്ച് ചെയ്യുന്ന പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് അത് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് തിരിഞ്ഞു കുത്താനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ന് സായിക്കുണ്ടായിരിക്കുന്നത്. അതായത് ഇവർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ സായിയും ജാസ്മിനും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടായത് ഇവർ പെരിന്തൽമണ്ണ, ഇവിടെ അടുത്ത് തന്നെയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ, പെരിന്തൽമണ്ണയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കാറിൽ വെച്ചിട്ടുണ്ടായ കോൺവെർസേഷൻ ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് സ്നേഹയ്ക്ക് അറിയാമായിരുന്നു. കാരണം നമ്മൾ ആ വീഡിയോ, ഫസ്റ്റ് വീഡിയോ സ്നേഹയുടെ വീഡിയോ കണ്ട സമയത്ത്, ഞാൻ ആ വീഡിയോ ലാസ്റ്റ് പ്ലേ ചെയ്യാം. സ്നേഹയുടെ വീഡിയോ കണ്ട സമയത്ത് അതിൽ സ്നേഹ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇത് ചലഞ്ച് ചെയ്യുന്നു, ഇത് പുറത്തേക്ക് ഇടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഓൺ ദ സെയിം ടൈം അവിടെ സ്നേഹയുടെ ബോഡി ലാംഗ്വേജും സ്നേഹയും പറയുന്നില്ല സ്നേഹയെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ അവെയറാണ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. സ്നേഹയിൽ പറഞ്ഞിട്ട് സ്നേഹയ്ക്ക് അങ്ങനെ വരട്ടെ, പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വിച്ച് മീൻസ് ആയിട്ട് അവർക്കൊന്നും അറിയില്ലെന്ന്. പക്ഷേ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നേരെ ഉൾട്ടടിച്ചിട്ട് നേരെ മലക്കം പറഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിച്ചിട്ടുള്ളത്. അതിനെ പൊളിച്ചടക്കിക്കൊണ്ടാണ് വിവിയുടെ ഒരു ചലഞ്ച് പോലത്തെ ഒരു വീഡിയോ ആണ് വിവി ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവർ ഈ പെരിന്തൽമണ്ണയ്ക്ക് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ഇവർ സംസാരിച്ചതെന്ന് അവർ പറയുന്നു. പക്ഷേ ആക്ച്വലി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സംസാരം നടന്നിട്ടുള്ള ആ സമയത്തല്ല. ഇത് ബിഗ് ബോസിലേക്ക് ജസ്റ്റ് സായി കയറാൻ നിൽക്കുന്ന സമയത്ത് മുടി കളർ ചെയ്തതിന് ശേഷം, എനിക്കൊന്ന് മുടി കളർ ചെയ്ത് വരുന്ന സമയത്താണെന്നാണ് പറഞ്ഞു കേട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു സമയത്താണ് ഈ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുള്ളത്. അല്ലാതെ ഇത് എന്താ വെച്ചാൽ ഇത് ഇപ്പോഴും കാര്യങ്ങൾ ക്ലിയറായിട്ട് കംപ്ലീറ്റ് പറയുന്നില്ല. എന്തിനാ അങ്ങനെ ഫേക്ക് കളിക്കേണ്ട സിറ്റുവേഷൻ വരും? കാരണം വെച്ചാൽ മടിയിൽ കനമുള്ളവനും ഡിഫറൻ്റ്ലി എന്ത് വന്നാലും പേടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വിവിയുടെ വീഡിയോ, ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സായി വരട്ടെ പറയാമെന്ന് മാത്രം സ്നേഹ പറഞ്ഞു എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ സായിയുടെ ആയിട്ടുള്ള ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നു, എടാ ഞാൻ ഈ ചെയ്യണത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ സായും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ അവനിത് എങ്ങനെ ഫീൽ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്കിത് ഇടാതിരിക്കാനും പറ്റത്തില്ല. പോരാത്തിന് സ്നേഹ വന്നൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു, തെളിവുകൾ ഉണ്ടെങ്കിൽ ഇടണം, ഇങ്ങനെ വെച്ചോണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ സ്നേഹ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടു കാണല്ലോ. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറയുന്ന സ്നേഹ എടുത്ത് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഇതുപോലെ സംസാരിക്കുന്ന വോയിസ് ഉണ്ട്, അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ സായിക്ക് ഉൾപ്പെടെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അന്നേരം സ്നേഹ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വോയിസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇടട്ടെ, ഇതിൽ കൂടുതൽ എന്താണ് നെഗറ്റീവ് വരാൻ, അങ്ങനെയുള്ള രീതിയാണ് സംസാരിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ സായിയുടെ ഗെയിം, അതിനകത്തുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടായിരുന്നല്ലോ പുറത്ത് നടക്കുന്നത്. കാര്യം സായി ഫുള്ള് ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പം ഈ പറയുന്ന സ്നേഹ തന്നെ പറയുന്നുണ്ട്, ഇതിക്കുള്ളിൽ ഇനി എന്താണ് നെഗറ്റീവ് വരാൻ, അങ്ങനെയുള്ള വോയിസ് ഉണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് ഇടാൻ പറ. അല്ലാതെ സ്നേഹയ്ക്ക് ഇത് അറിയാമെന്നുള്ള രീതിയിൽ സ്നേഹ സംസാരിച്ചിട്ടില്ല. പിന്നെ സ്നേഹയ്ക്ക് ഈ ഒരു വോയിസ് ഉണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിൽ എന്തിനങ്ങനെ ഒരു വീഡിയോ ചെയ്യണം? അതെൻ്റെ ഒരു ചോദ്യമാണ്. സ്നേഹ എന്തിനാണ് വന്നിരുന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത്, എങ്കിൽ പിന്നെ തെളിവുകൾ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തിടൂ എന്നൊക്കെ എന്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ക്ലിയർ എക്സ്പ്ലനേഷനാണ് വിവിയുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ ഇവരൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു വിഭാഗം വിവിനെ കുറ്റം പറയുന്നു. ഇപ്പോൾ സായിനെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ ആൾക്കാർ കയറി വിവിനെ കുറ്റം പറയുന്നു. വിവി ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് പറയുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു ചില ആൾക്കാർ റെക്കോർഡ് ചെയ്യുന്നത്.
ഈ ഇപ്പോൾ സായിയുടെ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഉണ്ണിമുകുന്ദൻ്റെ കേസിൽ ഉണ്ണിമുകുന്ദൻ്റെ സംസാരം കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുള്ള വ്യക്തി. എനിക്ക് കുറച്ച് കമൻസ് ഇങ്ങനെ വന്നു കേട്ടോ. കുറച്ച് പേര് എനിക്ക് കമൻസിൽ പറഞ്ഞു ഇങ്ങനെ സായി മറ്റവർ റെക്കോർഡ് ചെയ്ത് സായിനെ പറ്റിച്ചാണ് സായി എന്ന് പറഞ്ഞു. പക്ഷേ ഇതേ സായി തന്നെയാണ് പണ്ട് ഉണ്ണിമുകുന്ദൻ്റെ കേസ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതെല്ലാം എല്ലാവരുടെ കേസിലും തന്നെ കേട്ടോ തിരിഞ്ഞടിക്കുന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇതൊക്കെ പഴയ കാര്യങ്ങൾ ഓരോരുത്തരെ കുത്തിപ്പൊക്കി കൊണ്ടുവരിക. ആ ഒരു കോൺവെർസേഷനിൽ നമുക്കറിയാൻ കഴിഞ്ഞ വിവരം പ്രകാരം ദിയാസന, പിന്നെ വിവി, പിന്നെ ജാസ്മിൻ ജാഫറിൻ്റെ ഫാദർ, പിന്നെ മറ്റേ സായി കൃഷ്ണൻ, പിന്നെ നാലാമത്തെ ആളാണെന്ന് ഞാൻ ചിന്തിക്കുക. ഓക്കെ, ഇവർ 4 പേരാണ് അതിൽ കോൺവെർസേഷൻ ഉണ്ടായത്. പിന്നെ ഈ ഇവർ വിളിച്ച് സംസാരിച്ചു. വിവി ഇപ്പോൾ സായിയുടെയും ഇവരുടെയൊക്കെ ഒരു മ്യൂച്വൽ ഫ്രണ്ടിനോട് വിളിച്ച് സംസാരിച്ചു. പിന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാ സംഭവങ്ങളും വിവി പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമാണ് എന്നിട്ടും അവർ പറഞ്ഞ വർത്താനതാണ് അവർക്ക് യാതൊരു പ്രശ്നമില്ല, പുറത്ത് വിടട്ടെ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ചലഞ്ച് പോലെ കണ്ടതുകൊണ്ടാണ് അന്ന് വിവി ഇതൊക്കെ പുറത്ത് വിട്ടിട്ടുള്ളത്. ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള ഒരു വിഷയങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. ബിക്കോസ് അതിനകത്തുള്ള ഗെയിമിനെ പറ്റിയിട്ട് അല്ല വേറെ എന്തോ സംസാരിക്കുന്നത്. അവസാനം അതിനകത്ത് വേറൊരു കാര്യം കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സായിയുടെ ബാക്കിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, ആ പുള്ളിയും തെറി വിളിക്കുന്നുണ്ട്. അതായത് ആ പുള്ളിക്കാരൻ ജാസ്മിനെ കളിയാക്കി എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ജാസ്മിന്റെ വാപ്പ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള ക്ലിപ്പ് ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം പഴയ സായിയുടെ വൈഫിൻ്റെ ആ പിന്നെ ഒരു വെല്ലുവിളിയാണ് കേട്ടോ. തെളിവുമായിട്ട് വരൂ, ഞങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ തെളിവുണ്ടെങ്കിൽ പുറത്ത് വരുത്തൂ. ആ 45 മിനിറ്റ് ഓഡിയോ കോളോ വീഡിയോ കോളോ ഉണ്ടെങ്കിൽ അതും വരട്ടെ. ഇനി അഥവാ വല്ല ഹോട്ടലിലോ വല്ല ഇനി ജാഫർക്ക് വന്നിട്ട് മലപ്പുറത്ത് വന്ന ഹോട്ടലിലോ വീട്ടിലേക്കോ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്സോ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വരട്ടെ. നമുക്ക് ബാക്കി ആ സമയത്ത് സായി വന്നിട്ട് സംസാരിച്ചാൽ പോരെ ഇതിനെ കുറിച്ച്. സായി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരാൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അതിനെതിരെ അലിഗേഷൻസ് നടത്തുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇല്ല, ചില ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സായി വരട്ടെ. സായി നല്ല കുട്ടിയായി നല്ല മനുഷ്യനായിട്ടൊക്കെയാണ് വരുന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ പുറത്തുണ്ടല്ലോ, നമുക്ക് നമ്മുടേതായ ഇതിലൊക്കെ സംസാരിക്കല്ലോ, അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇനി കൂടുതൽ ബിജുക്കുട്ടൻ മറ്റേ കോമഡി ഇതിൽ പറഞ്ഞ മാതിരി കൂടുതലൊന്നും പറയാനില്ല, എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ സായിയുടെ വീഡിയോസ് നോക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ മനോജ് വിഷൻ ഉണ്ടല്ലോ, മനോജ് ഭായ്, പുള്ളിയുടെ ഒരു കമൻറ്റ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കമൻറ്റ്, സോറി ടു സേ സായ്, ഓരോ വിഷയത്തിലും താങ്കളുടെ വിശകലനങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയും കണ്ടിട്ടാണ് ഞാൻ സീക്രട്ട് ഏജൻറ്റ് എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയത്. പക്ഷേ ആഫ്റ്റർ ബി നിങ്ങളെ കാണുമ്പോൾ ചിരി വരുന്നു. ബി ഹൗസിൽ പിച്ച വെച്ച് നടക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ഓർത്ത്. സായി മറുപടി ഓർത്തിട്ടുണ്ട്. സായി സീക്രട്ട് ഏജൻറ്റ് വിൽ ബി കണ്ടിന്യൂ, റിയൽ ലൈഫ് റിയാലിറ്റി ഇസ് സായി, അത് കുട്ടി തന്നെയാണ്. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഈ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്താണ് ഒരു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവുന്നത്. എല്ലാവരുടെ കഥയും തന്നെ ഉള്ളൂ. ഒരു കാലത്ത് സമയം വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ തിരിഞ്ഞു കൊത്തും. പക്ഷെ സായിയുടെ കേസിൽ എന്താ സംഭവിക്കുന്നറിയോ? സായി എല്ലാവരെയും എടുത്തിട്ടിട്ട് പിന്നെ പിഴിയല്ല എന്താ പറയുക, സായി എല്ലാവരും എടുത്തിട്ട് റോസ്റ്റ് ചെയ്യായിരുന്നു. റോസ്റ്റിംഗ് എന്നല്ല, അതിലപ്പുറമായിരുന്നു. എല്ലാ വള്ളി കേസുകളും ചെറിയ ചെറിയ കാര്യങ്ങൾ കംപ്ലീറ്റ് സായി പറഞ്ഞിരുന്നു. പിന്നെ സായി അത് മാത്രമല്ല, ഈ കമൻസ് റീഡ് ചെയ്യുന്നൊരു പരിപാടി ഞാനും റീഡ് ചെയ്യാറുണ്ട്. ഈ കമൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ പറയുക വെച്ചാൽ എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുള്ളൊരു ആ ഒരു വിഷയം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ കമൻറ്റ് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയുടെ ഇപ്പോൾ ഉള്ള അവസ്ഥയാണ്. ബട്ട് ഹീൽ കം ബാക്ക് ഡെഫിനറ്റ്ലി. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ദർ ആർ സർട്ടൻ തിങ്സ്, നമ്മൾ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്നറിയില്ലേ.